ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നോ? അപ്പം ഞാനേ കുറച്ച് നേരം കിടന്നുറങ്ങാൻ വേണ്ടി പോവാണേ. രാവിലെ തന്നെ എഴുന്നേറ്റ് കുറേ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തു. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് എനിക്ക് ഉറങ്ങാനാണ് തോന്നിയത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നേരം അലാറം വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. നല്ലൊരു ബാക്ക് പെയിൻ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. കോൾഡായിരുന്നു. എല്ലാം കൂടിയിട്ട് ഏകദേശം ഒന്ന് ഒരു വഴിക്കായിട്ടുണ്ട്. അപ്പം മൂക്കൊക്കെ തുറന്നു കേട്ടോ. എൻ്റെ വോയിസൊക്കെ ഒന്ന് നേരെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ എവറി ഡേ ഒരു 5 മിനിറ്റ്സ് എങ്കിലും എന്തെങ്കിലും ബുക്സ് വായിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര നാളെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എവറി ഡേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ മൈൻഡ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ ഒരു ബുക്ക് ഞാൻ ഈയിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി. ഇത് കണ്ടോ, ഈ പണ്ട് നമുക്കൊന്നും ഇങ്ങനെയൊന്നും നമ്മുടെ റൂമൊന്നും അലങ്കരിച്ച് ലൈറ്റോ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മക്കളെ റൂമൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് കാണുമ്പോൾ ചില സമയത്ത് എനിക്ക് അവിടെ ഇങ്ങനെ കിടക്കാനൊക്കെ തോന്നും കേട്ടോ. അതിനെന്താ, നമുക്കും കിടന്ന് എൻജോയ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് റൂമൊക്കെ ഒന്ന് അടച്ച് ഒരു കളർഫുള്ളാക്കി ഞാൻ കുറച്ച് നേരം ബുക്സൊക്കെ വായിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, നല്ല രസമുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് സമയം നമുക്ക് എൻജോയ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഞാൻ എല്ലാ കാര്യവും ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൈം ഞാൻ മാറ്റി വെക്കാറുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരുപാട് ലേഡീസുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. പല യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടാവും, പലരും ചെയ്യുന്നത് കാണുന്നുണ്ടാവും, നമുക്കും അതുപോലെ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യാനായിട്ട് ഇറങ്ങാനായിട്ട് ഒരു മടിയായിരിക്കും നമുക്ക്. എന്നാൽ എല്ലാവരും എന്ത് ചെയ്യും, ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം അങ്ങനെ അങ്ങ് പോകും. ഞാനും കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പണ്ട് ഞങ്ങൾ 2-3 കൂട്ടുകാരുണ്ടായിരുന്നേ. ഞങ്ങളിങ്ങനെ എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, പറയുക, സംസാരിക്കുക, എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ജോലി ക്വിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതിനൊക്കെ പറ്റിയൊക്കെ ഭയങ്കര ഡിസ്കഷനൊക്കെ നടത്തുമായിരുന്നേ. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ പക്ഷെ ഒന്നും നടക്കൂലേ. എല്ലാ ദിവസവും സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഒറ്റ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ജോലിയും ക്വിറ്റ് ചെയ്ത് പാസീവ് ഇൻകത്തിനുള്ള ഒരു കോഴ്സ് ചേർന്ന് പഠിച്ച് ഒരു പാസീവ് ഇൻകത്തിനുള്ള ഐഡിയ കണ്ടുപിടിച്ച് ഒരുമിച്ച് ചേർന്ന്, അതായത് നമ്മൾ ഒരു ആരെങ്കിലും ഒരാൾ ചില നമ്മൾ കൂട്ടുകാരുണ്ടാവേ, വളരെ പെട്ടെന്ന് അവർ ഡിസിഷൻ എടുക്കുകയും ചെയ്യും. നമുക്ക് വാ ചെയ്യാം നമുക്കെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ആളുടെ കൂടെ കൂടിയുകൊണ്ട് ഞാനും ഈസിലി ആ കാര്യത്തിലേക്ക് അഡാപ്റ്റ് ആയിട്ടോ. എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഈസിലി നമ്മൾ കൂട്ടുകാർ ചേർന്നുകൊണ്ട് വേഗം അങ്ങ് ചെയ്തു. അപ്പം നമ്മൾ അതിന് മുന്നേയൊക്കെ അപ്പം ഞങ്ങളിങ്ങനെ പറയാം, നമ്മളിങ്ങനെ എന്നും ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, ഒന്നും ഇങ്ങനെ ഡിസ്കഷനേ നടക്കുകയുള്ളായിരുന്നു. ഫൈനലി താങ്ക്ഫുള്ളി ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പാസീവ് ഇൻകം കണ്ടുപിടിച്ചു, നമ്മൾ ജോലി കിട്ട് ചെയ്തു, ഇപ്പം നമ്മൾ ഹാപ്പിയാണ്. നമ്മളുടെ സമയത്ത് നമുക്കിഷ്ടപ്പെട്ട സമയം, അതായത് ആർക്കും ഒരു ശല്യമില്ലാത്ത സമയത്ത് നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതാണ് നമ്മൾ എല്ലാത്തിനും ഒരു നല്ല നേരം വരട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ വരില്ല കേട്ടോ. നിങ്ങൾ എന്താണോ ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ വേറൊരു പുതിയൊരാളായി മാറണം, നമുക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക. ഇപ്പം നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ അതാണ് നിങ്ങളുടെ നല്ല നേരം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിനോട് ഇനീഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ല നേരം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നല്ല നേരത്തിനായിട്ട് കാത്തിരിക്കാതെ, നല്ല നേരം ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇപ്പം ചെയ്താൽ അതാണ് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും ഒരു തുടക്കം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആദ്യം നിങ്ങൾ
നിങ്ങൾക്ക് എപ്പോഴാണ് ഇപ്പം നിങ്ങളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പഴയ നിങ്ങളെയും ഇപ്പോഴത്തെ നിങ്ങളെയും മറ്റൊരാളെയും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. നിങ്ങൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചെയ്യണം എന്ന് യൂട്യൂബിലൊന്നും വളരെ പെട്ടെന്നൊന്നും സക്സസ് ഒന്നും പ്രതീക്ഷിക്കുക. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു നഷ്ടമില്ലല്ലോ. എന്തെങ്കിലും നിങ്ങളുടെ ഒരു കഴിവുകൾ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോസ് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ ചെയ്യാം, എന്തും ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ആദ്യം മാറ്റി വെച്ചാൽ മതി. ഒരുപാട് സമയം നിങ്ങൾ ഒന്നിനും വേണ്ടി മാറ്റി വെക്കണ്ട തുടക്കത്തിൽ. കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിളും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്നും വിചാരിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു മടി വരും. അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്ക് ഡ്രസ്സ് ബിസിനസ് ചെയ്യണം, അതിൻ്റെ കൂടെ എനിക്ക് യൂട്യൂബ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ചെയ്യണം, ഫേസ്ബുക്ക് ചെയ്യണം, പിന്നെ ഹെൽത്ത് നോക്കണം, ഇങ്ങനെ എല്ലാം കൂടെ വാരി കൂട്ടിക്കുഴച്ച് ഒരുമിച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പാളിപ്പോവും. പിന്നെ നിങ്ങളുടെ എനർജി ലോ ആവും, നിങ്ങൾ മടി പിടിക്കും. അതുകൊണ്ട് എന്താണ് ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റും, ആ ഒരു സക്സസ് ആക്കാൻ പറ്റും തോന്നുന്ന ഒരു ചെറിയ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഒരു 30+ ഒക്കെ ആയ ഒരു ലേഡീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഫിറ്റ്നസ്സാണ്. ഫിറ്റ്നസ് ഡെയിലി ഒരു 5 മിനിറ്റ് ആർക്കും ശല്യമില്ലാത്തൊരു സമയം കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണേ. അതായത് രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 6:30 വരെയോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഒരു 2:30 വരെയോ, വൈകുന്നേരം രാത്രി 10 മണിക്ക് ശേഷമോ, ഇതിലേത് ടൈപ്പാണോ. ഇപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റി വെച്ചൊന്ന് നടക്കുകയോ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തേ. അങ്ങനെ ഡെയിലി ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു മടി വരില്ല. 5 മിനിറ്റ് അല്ലേ എന്ന് വിചാരിക്കും. പിന്നെ പതുക്കെ നിങ്ങൾ അതിലേക്ക് അങ്ങ് വരും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ സമയം കണ്ടുപിടിക്കാനായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതങ്ങനെ. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 3 കണ്ടൻറ്റ് എഴുതി വെക്കുക. കണ്ടൻറ്റ് എഴുതി വെക്കുക എന്ന് വെച്ചാൽ ടോപ്പിക്ക് എഴുതി നോക്കുക. പിന്നെ പതുക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ ഫോൺ ഓൺ ചെയ്ത് വെച്ചൊന്ന് സംസാരിച്ചും പറഞ്ഞൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എക്സസൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രസ്സ് കിട്ടട്ടെ. ചിലരങ്ങനെ വിചാരിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ അതിനുള്ള ഡ്രസ്സ് എൻ്റെ അടുത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമിൽ നിന്ന് തുടങ്ങിക്കോ. പതുക്കെ ഒരു ടീഷർട്ടൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പലാസോ പാൻറ്റ് ഇല്ലാത്ത ആരുമില്ല. അതൊക്കെ വെച്ചായാലും മതി. പക്ഷെ നമ്മളെല്ലാം പെർഫെക്റ്റായി എല്ലാം കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാതെ ഇതൊന്ന് റൂമിലൊക്കെ ഇരുന്ന് നല്ല സ്ട്രെച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. പതുക്കെ സ്ട്രെച്ചിങ്ങിൽ സ്റ്റാർട്ട് ചെയ്താലും മതി. വീട്ടിൽ തന്നെ നമുക്കിരുന്ന് 2-3 എക്സസൈസൊക്കെ തന്നെ ചെയ്താൽ മതിയാവും. അതായത് നമ്മുടെ ഫിറ്റ്നസ് ഒന്ന് സ്ട്രെങ്ത് ആക്കാനുള്ള ചില എക്സസൈസുകളൊക്കെ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സിമ്പിളായിട്ടുള്ള എക്സസൈസ് കിട്ടും. അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ വെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ നമ്മളുടെ സ്ട്രെയിൻ കുറയുന്ന പോലെയും പിന്നെ മെൻ്റലി നമുക്ക് കുറച്ചൊരു നല്ലൊരു റിലാക്സേഷനൊക്കെ കിട്ടും. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒരു കോൺഫിഡൻറ്റ് കൂടും. അങ്ങനെ ഇപ്പോൾ ബിസിനസ്സാണ് ചെയ്യാമെന്നുള്ളതെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ചെറിയ മുതൽ മുടക്കിൽ ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാവേ, ആരോടും പറയരുത്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നോ ആരോടും പറയാൻ നിൽക്കല്ലേ. പ്രത്യേകിച്ച് നമ്മളെ വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ എന്താ പറ്റുകയെന്നറിയോ, 100 ആൾക്കാർ 100 അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ ഡൗട്ടാവും. അയ്യോ ഇത് പൊട്ടി പാളീസായി. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ ഇത് പൊട്ടി പാളീസായ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയില്ലെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോയി നമുക്കൊരു ലോ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആരോടും പറയാതെ പതുക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഓർമ്മ വേണേ പതുക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് ഈ ചായ കൂടി കുറച്ച് കൂടിയിട്ടുണ്ട്. ഇത് ഈ വയ്യാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പം ഞാൻ പാല് പിന്നെ അതേപോലെ തന്നെ ലിവറാണ് ഇന്ന് വൈകിട്ട് നമുക്ക് ഡിന്നറിന്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിവറിനെയൊക്കെ ഞാനൊന്ന് മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് കറിയാക്കാം. അപ്പോൾ അത് ആദ്യം ഇടാം. പിന്നെ കോവയ്ക്കും ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ നമുക്ക് ചായ ഇടാം. ചായ ഇട്ടിട്ട് അപ്പോൾ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം കുറച്ച് കോവയ്ക്കുള്ളൂ. കോവയ്ക്കത്തോരൻ വെക്കാൻ വേണ്ടി കോവയ്ക്ക നമുക്കൊന്ന് ടപ്പേ അരിഞ്ഞെടുക്കാം. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ വെക്കേഷന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാണ് പൊടിപ്പിച്ച്. അത് ഏകദേശം ഇതെപ്പോഴാണ് തീർന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി വാങ്ങിച്ചത്. നാളെ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തോളമായി അച്ഛനും അമ്മയും ബാംഗ്ലൂരിൽ വന്നിട്ട് കേട്ടോ, എന്നെ കാണാൻ വന്നിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ 2-3-4 ദിവസം ഇവിടെ ഉണ്ടാവും. സോ അതുകൊണ്ട് അതിൻ്റെ ഹാപ്പിയിലാണ് ഞാൻ.
കുറച്ച് കാര്യങ്ങളും തുണികളൊക്കെ കുറച്ച് അലക്കിയിടാനും പറക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക ആദ്യം ഒന്ന് അരിഞ്ഞ് പറക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കോവയ്ക്ക അരിഞ്ഞ് പറക്കി എടുത്ത് തോരനും വെച്ചിട്ട് മെഴുക്ക് പുരട്ടി, തോരനല്ല മെഴുക്ക് പുരട്ടിയും വയ്ക്കാം, പിന്നെ ചായയും കുടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എല്ലാത്തിനും ഒരു റെസ്റ്റ് എടുത്തെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഞാൻ ഏത് ജോലി കഴിഞ്ഞും ഞാൻ റെസ്റ്റ് എടുക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഈസി ആവുന്നുണ്ട്. വലിയൊരു ഓടി പടച്ച് ചില സമയത്ത് ഞാൻ ഓർക്കാതെ അങ്ങ് ആ സ്പീഡ് ഇങ്ങനെ ഒരു പിടിപിടിപ്പുണ്ടാവുമല്ലോ, സ്പീഡ് ആ ഒരു സ്പീഡ് അങ്ങ് എടുത്തു പോകും. അപ്പം ഞാൻ വീണ്ടും റിലാക്സ് ചെയ്തിട്ട് വേണ്ട, എന്തിനാ സ്പീഡ്, പതുക്കെ മതി, അങ്ങനെയാവേ. കാരണം കുറേ നാൾ നമ്മളിങ്ങനെ ഓടി സത്യം പറഞ്ഞാൽ അങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ഫാമിലിയുള്ളവരെല്ലാം പറയും, നീ ഇങ്ങനെ ഓടി നടക്കാതെ പതുക്കെ റിലാക്സ് ചെയ്തിട്ട് കാമായിട്ട് ചെയ്യുന്നു പറയുക. പക്ഷേ എനിക്കത് പറ്റേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഞാൻ തന്നെ എന്നോട് പറയും, പതുക്കെ എന്ന് പറയും. എന്നെ പതുക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഗ്യാസ് അടുപ്പ് കണ്ടോ, ഇവിടെ എപ്പോഴും രാവിലെ ഒരു ചായ ഇടുമ്പോഴേ, രാവിലെ കുറച്ച് തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ ഈ ചായ ഇടുന്ന സമയത്ത് എല്ലാം കൂടെ തിളച്ച് ചാടി എപ്പോഴും ആ ഒരു സൈഡ്, ഒരു അടുപ്പെന്ന് പറയുന്നത് ഇങ്ങനെ കരി പിടിച്ച് അഴുക്കായി തന്നെ ഇരിക്കുവേ. അപ്പോൾ ഞാനിന്നതൊന്നും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടേ ഉള്ളൂ, ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചേ. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് ഒന്ന് ക്ലീനാക്കി വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ്, അതെല്ലാം ഇനി എടുത്ത് അതാത് പാത്രത്തിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ കോവയ്ക്ക അരിയാണ്, നമ്മുടെ പാൽ ചായ അടുപ്പത്തുണ്ട് കേട്ടോ. ചായ നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ ചായപ്പൊടി ഇടാൻ വേണ്ടി പോവാണ്. ചായക്ക് കൂട്ടാനായിട്ട് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബദാം എനിക്കിങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് രാവിലെ മക്കൾക്ക് സ്നാക്സ് കൊടുത്തയക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചത് കുറച്ചൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി നമുക്ക് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല കടുപ്പത്തി വേണം തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടിയിട്ട് ആ ഒരു ചായപ്പൊടി നല്ല തിളച്ച് അതിൻ്റെ കടുപ്പെല്ലാം നല്ല ഇറങ്ങട്ടെ അതുവരെ ഞാൻ വെച്ചു. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ ഒഴിച്ച് നമുക്ക് ചായ കുടിക്കാം കേട്ടോ. ചായ കുടിച്ചിട്ട് തോരൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ ലിവർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിന് കഴുകി കട്ട് ചെയ്യുക. ലിവറൊക്കെ വളരെ പെട്ടെന്നാവും, എല്ലാ മസാലകളും കൂടി ഇട്ടിട്ട് വെച്ചാൽ മതി. ലാസ്റ്റ് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കുകയുള്ളൂ, അങ്ങനെ ഒരു വരട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന സമയത്താണ് ഞാൻ വൈകുന്നേരം മക്കൾക്ക് തിന്നാൻ വേണ്ടി റോബസ്റ്റ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വയറ് ഫില്ലായ പോലെ തോന്നും, പെട്ടെന്നൊന്ന് വിശന്നാലൊക്കെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വാങ്ങിച്ചു വെക്കുവേ. ഇത് ഞാൻ സ്റ്റോളിടാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം എല്ലാ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കണം. ഒരു 5:30, 6 o'clock ആകുമ്പോൾ എനിക്ക് പോകണം കേട്ടോ. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ.